ഉണ്ടാവില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒരു പക്ഷെ ബോധതലത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ. ആ മനസ്സിൻ്റെ കാലഘട്ടത്തെയാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത്. അത് എപ്പോൾ ഉണ്ടായതാണെന്ന് ചോദിച്ചാൽ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം, ഗർഭസ്ഥകാലം, പിറന്നു വീണ സമയം, ശൈശവം. ശൈശവം എന്ന് പറഞ്ഞാൽ, ഇൻഫൻസി എന്ന് പറഞ്ഞാൽ, ജനിച്ച നിമിഷം മുതൽ ഏതാണ്ട് ഓർമ്മ വെച്ച കാലം മുതൽ വരെയുള്ള, ജനിച്ച സമയം മുതൽ ഓർമ്മ വെച്ച കാലം വരെയുള്ള, ബാല്യം വരെയുള്ള കാലഘട്ടങ്ങളിലെ അനുഭവങ്ങളാണ് ശൈശവത്തിലുള്ളത്. അതിനു മുമ്പ് 9 മാസം 9 ദിനങ്ങൾ, അമ്മയുടെ ഉദരത്തിൽ കടന്ന 280 ദിനങ്ങൾ, അതിനെ ഗർഭസ്ഥകാലം, ഇംഗ്ലീഷിൽ ഇൻട്രാ യൂട്രൈൻ പീരീഡ് എന്ന് വിളിക്കും. അമ്മയുടെ ഗർഭപാത്രത്തിലൊരു കുഞ്ഞ് കിടക്കുന്ന അങ്ങേയറ്റം അത്ഭുതകരമായിട്ടുള്ള ദൈവപരിപാലനയുടെ കാലഘട്ടം, അത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അമ്മയുടെ ഉദരത്തിലൊരു കുഞ്ഞ് ഉരുവാകുന്ന സമയത്തിൻ്റെ പ്രാധാന്യം ഒരു പക്ഷേ ദമ്പതിമാർ പോലും ശരിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സുഖപ്പെടുത്തുകയാണ്. കഴുത്തിൻ്റെ പെടലിയുടെ ഒരു ഭാഗത്ത് വേദന, അതുപോലെ തോളിനും വേദനയുള്ള ഒരാൾ ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തി. കഴുത്തിൻ്റെ പെടലിയുടെ ഭാഗത്ത് വേദന, അതിനോട് ചേർന്ന് തോളിനും വേദനയുള്ള ഒരാളെ ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തി എന്ന് ഈശോ പറയുന്നു. ആരാ സൗഖ്യം കിട്ടിയത്? ഇതുവരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് വേദന മാറി. പെടലിയുടെ ഭാഗത്ത് വേദന, തോളിൻ്റെ വേദന, ആ സൗഖ്യം കിട്ടിയിരുന്നു. കരം ഉയർത്തിക്ക്. 2 പേര്. ഇത് എത്ര വർഷം പഴക്കമുള്ളതാണ്? കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. 8 വർഷം പഴക്കമുള്ള വേദന ഇപ്പോൾ മാറിയതാണ്. പെടലിയുടെ ഒരു ഭാഗത്ത് വേദന, തോളിൻ്റെ ഭാഗത്തായിരുന്നു വേദനയെങ്കിൽ കയറി വന്നത്. ഞാൻ ഈ പറഞ്ഞ അടയാളം കൃത്യമാണെങ്കിൽ ആ 8 വർഷം പഴക്കമുള്ള രോഗം മാറിയ ആൾ മാത്രം കയറി വരിക. ഈ രോഗശാന്തി സംഭവിച്ചത് എങ്ങനെയാണ്? സങ്കീർത്തനം 107 19-20. കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു, അവിടുന്ന് വചനമയച്ച് അവരെ സുഖപ്പെടുത്തി, എല്ലാ വിനാശങ്ങളിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യാഖ്യാനം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിഗൂഢമായൊരു മേഖലയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈശോ തൻ്റെ തിരുവചനങ്ങളാണ് ഇവിടെ ഇപ്പോൾ വ്യാഖ്യാനിച്ചും വിളമ്പി നിങ്ങൾക്ക് തരുന്നത്. ആ വചനമാണ് ഈ മകളെ സുഖപ്പെടുത്തിയത്. സൗഖ്യപ്പെടുത്തിയത് കർത്താവാണ്. നിങ്ങളെ സുഖപ്പെടുത്തി എന്നുള്ള വിവരം എന്നോട് പറഞ്ഞതും കർത്താവാണ്. ആ കിട്ടുന്ന സന്ദേശമാണ് നിങ്ങൾ അറിയിക്കുന്നത്. നിങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇതാ ഇങ്ങനെ സുഖപ്പെടുത്തുന്നു എന്ന് എന്നോട് പറയുന്നതാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ സഹോദരി അടുത്ത് വരാമോ? മൈക്ക് കൊടുത്തേ. പേരെന്താണ്? റോസ്ലി. വീട് എവിടെയാ? മൂക്കന്നൂര്. എന്ത് പറ്റിയതാണിത്? പെട്ടെന്ന് ഇവിടെ ഒരു മുഴ വന്നതാണ്. ഭാരം എടുത്തപ്പോൾ മുഴ വന്നതാ കഴുത്തിൻ്റെ ഇവിടെ. എന്നിട്ടിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, എനിക്ക് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടെ എന്തെടുത്ത് മാറ്റണ പോലെ തോന്നി. പിന്നെ എൻ്റെ മരയപ്പായിരുന്നു ഇത്ര നേരം. മരയപ്പൊന്നുമില്ല. ഇതാ മുഴയൊക്കെ പെടലിയുടെ വേദന തോളിനും ഉണ്ടായിരുന്നു. തോളിനുണ്ടായിരുന്നു. എല്ലാം മാറി. എല്ലാം മാറി. എത്ര വർഷം പഴക്കമുള്ളതാ? 8 വർഷമായിരുന്നു. ആരാ സുഖപ്പെടുത്തിയേ? ഈശോ. ഇതാണ് ഈശോ സൗഖ്യം നൽകുന്ന മെത്തേഡ്. കർത്താവ് കഴുത്തിന്റെ ഭാഗത്തോട് മുഴയുണ്ടായിരുന്നോ? അതോ വേദന മാത്രമായിരുന്നോ? മുഴയുണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു, മരവിപ്പ് ഉണ്ടായിരുന്നു. മുഴയും മാറി. കംപ്ലീറ്റ് മാറി. ഒട്ടുമില്ല. ഇല്ല. അങ്ങോട്ട് തിരിഞ്ഞു ഒട്ടുമില്ല. അവിടെ മുഴ ഒട്ടും കാണാനില്ല. പൂർണ്ണമായി സൗഖ്യം കിട്ടിയിരിക്കുന്നു. ആരാണ് ഈ മകളെ സുഖപ്പെടുത്തിയത്? അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയണം. എങ്ങനെയാണ് സുഖപ്പെടുത്തിയത്? ഞാൻ കേട്ടില്ലല്ലോ. വചനമയച്ച് സുഖപ്പെടുത്തി. കൊച്ചുമാത്തച്ഛൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തിയോ? സുഖപ്പെടുത്തിയോ? അപ്പൊ ഈശോ എങ്ങനെയാ സുഖപ്പെടുത്തുക? തൻ്റെ ശക്തിയുടെ വചനമയച്ച്, സൗഖ്യത്തിൻ്റെ വചനമയച്ച്, വിടുതലിൻ്റെ വചനമയച്ച് നമ്മളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതാ കർത്താവിൻ്റെ പരിപാടി. അപ്പം പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സുഖപ്പെടുത്തും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഇല്ലായിരുന്നു ഈ സമയത്ത്. കർത്താവ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം, വചന സന്ദേശം തന്നുകൊണ്ടിരിക്കുമ്പോൾ, അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സൗഖ്യം കിട്ടിയത്. അപ്പം നമ്മൾ കർത്താവിനെ അനുസരിക്കുമ്പോൾ, കർത്താവിനെ ശ്രവിക്കുമ്പോൾ, കർത്താവിനെ കേൾക്കുമ്പോൾ, ആ കേൾവിയിലൂടെ വചനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് സൗഖ്യം ഉണ്ടാവുകയാണ്. അതാണ്
ഇവിടെ നടക്കുന്ന രോഗശാന്തിയുടെ പ്രത്യേകത. ഞങ്ങളുടെ ആരും രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രോഗശാന്തി കൊടുക്കുകയല്ല. അങ്ങനെ ഒരു ശുശ്രൂഷയല്ലിത്. അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പം, ഈ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ആൾ എന്തോ ദിവ്യത്വമുള്ള ആളായി അയാളുടെ പുറകെ ആൾക്കാരങ്ങ് കൂടും. അപകടകരമായൊരവസ്ഥയാണിത്. ഇത് ഞങ്ങളുടെ ആരുടെയും പുണ്യമോ യോഗ്യതയോ കഴിവ് കൊണ്ടല്ല സൗഖ്യമുണ്ടാകുന്നത്. ഈശോയുടെ വലിയ സ്നേഹവും കരുണയുമാണ് ഇവിടെ പ്രകടമാകുക. ഹല്ലേലൂയ. അപ്പം പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഉദരത്തിലൊരു കുഞ്ഞ് ഉരുവാകുന്ന സമയം എന്ന് പറയുന്നത് അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. നമ്മൾ സങ്കീർത്തനം 139 അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 139:16 അമ്മയുടെ ഉദരത്തിലുണ്ടാകുന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വചനം നമുക്കൊരു ഉൾക്കാഴ്ച തരുന്നുണ്ട്. ഞാൻ വായിക്കാം. അത് 13 മുതൽ വായിക്കാം. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങെന്നെ വിസ്മരണീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ അവിടുത്തെ പദ്ധതിയിൽ മനസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന അർത്ഥം. പ്രിയപ്പെട്ടവരെ, ദമ്പതിമാരെ, ദമ്പതികളാകാൻ ഒരുങ്ങുന്നവരെ, മാതാപിതാക്കളെ, യുവതിയുവാക്കളെ ഓർക്കുക. ദൈവം കണ്ട് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഉരുവാക്കപ്പെടുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ 2 പേര്, ഭാര്യയും ഭർത്താവും ചേർന്ന് അതിന് ശരീരം നൽകാൻ വേണ്ടി ദൈവത്തോട് സഹകരിക്കുന്ന ഒരു വിശുദ്ധ നിമിഷമുണ്ട്. ആ നിമിഷത്തിൽ ഭാര്യയും ഭർത്താവും, ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്ക് 1000 തവണ അണ്ടർലൈൻ ചെയ്താലും തെറ്റില്ല, ഭാര്യയും ഭർത്താവും കർത്താവിനോട് 100% സഹകരിക്കണം. 99 പോരാ, 100% സഹകരിക്കണം. ജഡിക ദുരാശകളുടെ തൃപ്തിപ്പെടുത്തലിന് വേണ്ടിയോ, വെറും ജഡികമായ സന്തോഷങ്ങൾക്ക് വേണ്ടിയോ, കുഞ്ഞുണ്ടാകരുതേ എന്നുള്ള ആഗ്രഹത്തോടെയോ പ്രാർത്ഥനയോടോ കൂടിയോ, ഇനിയൊരു കുഞ്ഞുണ്ടായാൽ അതിനെ നൊന്ത് പ്രസവിക്കാനും വളർത്താനും എന്നെക്കൊണ്ട് വയ്യേ എന്നുള്ള ചിന്തയോടുകൂടിയോ, അല്ലെങ്കിൽ വേറൊരു മനുഷ്യനെ അല്ലെങ്കിൽ വേറൊരു പുരുഷൻ്റെ സ്ത്രീയെ മനസ്സിൽ കണ്ടോ, അല്ലെങ്കിൽ ബലാത്കാരമായോ അഭിഷേകമില്ലാതെയോ അല്ലെങ്കിൽ മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ ആണ് നിങ്ങൾ ബന്ധപ്പെട്ടൊരു കുഞ്ഞിനെ ജനിപ്പിച്ചതെങ്കിൽ, ദൈവം തൻ്റെ ദിവ്യ കണ്ണുകൾ കൊണ്ട് കണ്ട് നിങ്ങളിലൂടെ രൂപം നൽകാൻ ആഗ്രഹിച്ച കുഞ്ഞിനെ നിങ്ങൾ എത്രയോ വികൃതമായി നിങ്ങൾ ലോകത്തിൽ അവതരിപ്പിച്ചു. എത്രയോ മ്ലേച്ഛകരമായി, വികൃതമായി, അഭിഷേകമില്ലാതെ, ദൈവികതയില്ലാതെ, ജഡികമായി, പൈശാചികതയിൽ ആ കുഞ്ഞിനെ ഉരുവാക്കി. ആ കുഞ്ഞിൻ്റെ ജന്മത്തിന്, പാപകരമായ ജന്മത്തിന് ഉത്തരവാദികളായവർ എത്രയോ പശ്ചാത്തപിക്കണം. അങ്ങനെ മാതാപിതാക്കൾ പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ചാൽ ആ കുഞ്ഞുങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. 3.5 വയസ്സുള്ളപ്പോഴാണ് അമ്മ ഒരു കൊച്ചിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ആഗ്രഹിക്കുന്ന കാര്യം കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന വിധത്തിൽ ആ കൊച്ച് അലറി വിളിച്ച് മുടി പിടിച്ച് വലിച്ച് ഉടുപ്പ് വലിച്ചു കീറി നിലത്തേക്ക് വീഴും. എന്നിട്ട് നിലത്ത് കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ചവിട്ടി അവിടെയുള്ള സാധനമെല്ലാം തെറിപ്പിച്ച് നമ്മൾ വല്ലാതെ ഭയപ്പെട്ടു പോകും. കൊച്ച് അലറി വിളിക്കുന്ന കണ്ടാൽ പിശാചുബാധ എന്ന് അറിവില്ലാത്തവർ പറഞ്ഞു പോകും. സത്യത്തിൽ ഇത് പിശാചുബാധയൊന്നുമല്ല. ഈ കുഞ്ഞിനെ പിശാച് പീഡിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മുടെ മനസ്സ് മുറിവേറ്റതാണെങ്കിൽ മുറിവേറ്റ മനസ്സിലൂടെ നമ്മൾ ഒരു മാനസിക വൈകല്യത്തിലേക്ക്, രോഗത്തിലേക്ക് വരും. അത് ഭ്രാന്തെന്ന് പറയുന്ന മാനസിക രോഗമല്ല, മനസ്സിൻ്റെ ഒരു വൈകല്യമാണത്.
അവിടെ അയാളുടെ വ്യക്തിത്വത്തെ, പേഴ്സണാലിറ്റി, അയാളുടെ ക്യാരക്ടർ, സ്വഭാവം, അയാളുടെ ടെമ്പറമെൻ്റ്, പ്രകൃതി, വൈകാരിക ഘടന, ഇമോഷണൽ സ്ട്രക്ചർ, അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കില്ല. അത് കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും അവിടെ എല്ലാം കയറി കിടന്ന് പിശാച് കളിക്കും. ആ മുറിവേറ്റ കുഞ്ഞിൻ്റെ ഇപ്പോഴുള്ള വൈകൃതങ്ങളുടെ, ദുരന്തങ്ങളുടെ, സ്വഭാവ ദൂഷ്യങ്ങളുടെ പിന്നെ പിശാച് കളിക്കുന്നുണ്ട്. പക്ഷെ ആ പിശാചിൻ്റെ സ്വാധീനം കുഞ്ഞിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ മാതാപിതാക്കൾ നൊന്തുരുകി പ്രാർത്ഥിക്കണം, പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കണം. ഞാനൊരു സ്വർഗീയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതിൻ്റെ ബിബ്ലിക്കൽ തിയോളജിയോ അല്ലെങ്കിൽ സ്ക്രിപ്ചറൽ വെറാസിറ്റിയോ ഒന്നും നോക്കിയിട്ട് ഒരു ആത്മീയ ചിന്തയായിട്ട് എടുത്താൽ മതി. ആദ്യ മാതാപിതാക്കൾ അവരുടെ പാപത്തിന് ശേഷം, ഏദൻ തോട്ടത്തിൽ പുറത്താക്കപ്പെട്ടതിന് ശേഷം അവർ സംഗമിച്ചൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിൻ്റെ പേര് കായേൻ. കായേൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവരറിയുന്നത് അവരുടെ പാപത്തിൻ്റെ സ്വഭാവം ഏറ്റവും വികലമായി, ക്രൂരമായി അവന് പ്രകടമാകുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ജഡത്തിൽ ജനിച്ചത് ജഡമാണ്, തങ്ങളുടെ കൃപയില്ലായ്മ ജനിച്ച ഈ കുഞ്ഞ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു. അവർ പശ്ചാത്തപിക്കാൻ തുടങ്ങി, നൊന്തുരുകാൻ തുടങ്ങി. പശ്ചാത്തപിച്ച് നൊന്തുരുകി കൃപയുടെ അഭിഷേകത്തിൻ്റെ അല്പമൊക്കെ നിയന്ത്രണം അവർക്ക് കിട്ടിക്കഴിഞ്ഞ് വീണ്ടും അവർ ബന്ധപ്പെട്ടൊരു കുഞ്ഞിനെ ജനിപ്പിച്ചു. ആ കുഞ്ഞിൻ്റെ പേര് ആബേൽ. ആബേൽ നല്ലവനായിരുന്നു, കായേൻ ക്രൂരനായിരുന്നു. ദൈവത്തിന് പ്രീതികരമായി ബലിയർപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ജീവിത ബലിയർപ്പിക്കാൻ അവന് പറ്റിയില്ല. ആബേലാകട്ടെ ദൈവത്തിന് പ്രീതികരമായി ബലിയർപ്പിച്ചു. അപ്പോൾ ആബേലിൻ്റെ നല്ല ജീവിതം കാണുമ്പോൾ അപ്പനും അമ്മയും സന്തോഷിക്കും, പ്രതികരിക്കും നന്നായിട്ട്. അപ്പോൾ അത് കായേനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. കായേൻ പ്രതികരിക്കാൻ തുടങ്ങി, എന്നേക്കാളും മികച്ചവനും മിടുക്കനും നല്ലവനുമായിട്ട് ഇവൻ അങ്ങനെ പുണ്യാളനാകണ്ട. അങ്ങനെ അവൻ കോപിച്ചിരിക്കുമ്പോൾ ഉൽപ്പത്തി 4:6 നമ്മൾ വായിക്കുകയാണ്. ദൈവം ചോദിക്കുക കായേനോട്, കായേൻ, നിന്റെ മുഖം മ്ലാനമായിരിക്കുന്ന എന്തുകൊണ്ടാ? നീ കോപിച്ചിരിക്കുന്ന എന്തുകൊണ്ടാ? ഉചിതമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നീയും സ്വീകാര്യനായി തീരുമായിരുന്നല്ലോ. നല്ലത് പ്രവർത്തിച്ചില്ലെങ്കിൽ പാപം വാതിൽക്കൽ പതിയിരിപ്പുണ്ടെന്ന് ഓർത്തുകൊള്ളുക. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കിയില്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. പ്രിയ ദൈവമക്കളെ, കായേൻ്റെ മുഖം മ്ലാനമാകാൻ കാരണം മനസ്സ് ഇരുട്ട് നിറഞ്ഞതായതുകൊണ്ടാണ്. എപ്പോഴാണ് നമ്മുടെ മുഖം മ്ലാനമാവുക? അത് ഞാനും നിങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ്. മുഖത്തൊരു വെട്ടമില്ല, മുഖപ്രസാദമില്ല, മുഖത്ത് തെളിച്ചമില്ലാത്ത എപ്പോഴാ? മനസ്സിൽ ദുഃഖമുള്ളപ്പോൾ, മനസ്സിൽ അരിശമുള്ളപ്പോൾ, മനസ്സിൽ ഇച്ഛാഭംഗമുള്ളപ്പോൾ, മനസ്സിൽ ദേഷ്യമുള്ളപ്പോഴൊക്കെയാണ്. മനസ്സ് കൃപയ്ക്ക് വിപരീതമായ കൃപയില്ലായ്മയിൽ ആഴ്ന്നു കിടക്കുമ്പം മുഖപ്രസാദം നഷ്ടപ്പെടും, മുഖത്ത് തെളിച്ചം ഉണ്ടാവില്ല. അപ്പം ദൈവം പറയുകയാ, നീ മുഖം മ്ലാനമാക്കി ഇരിക്കാനുള്ള കാരണം ദൈവത്തിന് പ്രീതികരമായ വിധത്തിലല്ല ജീവിക്കുന്നതെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നീ കോപിച്ചിരിക്കുന്നത്? ഉചിതമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നീ സ്വീകാര്യനായി തീരുമായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിച്ച കാര്യം, കായേൻ മാതാപിതാക്കളുടെ പാപത്തിൽ ജനിച്ച കുഞ്ഞിന് ക്രൂരതയും കൊലപാതകത്തിൻ്റെ തിന്മയും ഉണ്ടായിരുന്നു. പശ്ചാത്തപിച്ച് ആദ്യമാതാപിതാക്കൾ പിന്നീട് ജനിപ്പിച്ച കുഞ്ഞിന്, ആബേലിന്, ഈ തിന്മ ഉണ്ടായിരുന്നില്ല. ഞാനിതൊരിക്കൽ പ്രസംഗത്തിൽ പറഞ്ഞത്, ഈ ഒരു ഉൾക്കാഴ്ച ഞാൻ പ്രസംഗത്തിൽ അവതരിപ്പിച്ചു. അതിന് വലിയ ശാസ്ത്രീയ അടിത്തറയൊന്നുമല്ല, വചനത്തിൻ്റെ ഒരു ആത്മീയ വ്യാഖ്യാനം ഞാൻ കൊടുത്തതാണ്. പ്രിയപ്പെട്ടവരെ, ഒരപ്പച്ചനും അമ്മച്ചയും കൂടെ വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരൊറ്റ വ്യാഖ്യാനത്തെ ഞങ്ങൾക്ക് കിട്ടി. ഞാൻ ചോദിച്ചു, എന്താ അത്? ഞങ്ങളുടെ മൂത്ത മകൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്യാമോ അതെല്ലാം ചെയ്ത് ഞങ്ങളെ ഉപേക്ഷിച്ച് സ്വന്തമായി വീട് വാങ്ങി, അവളിപ്പോൾ പണമൊക്കെ മുടക്കി പുതിയൊരു ബിസിനസ് തുടങ്ങി. മാത്രമല്ല കമ്പ്യൂട്ടർ ജോലി ചെയ്തിരിക്കുകയാണ്. രാത്രിയിലാണ് അവിടെ ജോലി. ആൺകുട്ടികൾ കൂടെ ബൈക്കിൽ പോകും, ബൈക്കിൽ തിരിച്ചു വരും, തോന്നുമ്പോൾ വരും. അതുപോലെ മദ്യഷോപ്പിൽ പോയിരിക്കും, ഡാൻസ് കാണാൻ പോകും, അവിടെ പോയി ഡാൻസ് കളിക്കും. ആൺപിള്ളേരുടെ കൂടെയാണ് അവളെ നീക്കം മുഴുവനും.
മോശമായി ജീവിക്കുന്ന ആൺകുട്ടികൾ പെൺകുട്ടികളാണ് അവളെ കമ്പനി. അവളങ്ങനെ അത് അരുതെന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്ക് അവൾ കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന് പണം കടം വാങ്ങി ഒരു വീട് വാടകയ്ക്കെടുത്ത് ഇപ്പോൾ അവിടെ താമസമാണ് ഒറ്റയ്ക്ക്. ആൺകുട്ടികൾ രാത്രിയിൽ അവളുടെ വീട്ടിൽ വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. മാതാപിതാക്കൾ നെഞ്ചുപൊട്ടി കരഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 7 വർഷക്കാലം കഴിഞ്ഞ് ജനിച്ച മകള് അവൾ അമ്മയും അപ്പൻ്റെയും കൂടെ വന്നിട്ടില്ലായിരുന്നെങ്കിലും അവളാകട്ടെ ഈ ചേച്ചിയുടെ മാനസാന്തരത്തിന് വേണ്ടി രാത്രിയിൽ 2 മണിക്കൂർ നേരമാണ് മുട്ടുകുത്തി തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്. ബോംബെ എന്നാണ് സംഭവം ഞാൻ പറയുക. 2 മണിക്കൂർ നേരം. അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണ്. പക്ഷേ അവൾ പറയുന്നു, എൻ്റെ ചേച്ചിയുടെ ആത്മരക്ഷ, ഈ ലോക ജീവിതത്തിലെ രക്ഷ എൻ്റെ കടമയാണ്. എൻ്റെ ചേച്ചി എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. എന്നെ ചീത്തയെ വിളിക്കാറുള്ള ചേച്ചി, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കും. അപ്പനും അമ്മയും എന്നോട് ഒന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് മനസ്സിലായി, എൻ്റെ ഉദരത്തിൽ പറന്ന 2 കുഞ്ഞുങ്ങൾ എന്തേ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്നു. ഒരാൾ പൈശാചികതയുടെ മൂർത്തിഭാവം, മറ്റേയാളൊരു മാലാഖ. ഇതെങ്ങനെ സംഭവിച്ചു? എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ 2 പേരും അശുദ്ധിയിലും പാപത്തിലും മ്ലേച്ഛതയിലും ദൈവവിശ്വാസമില്ലായ്മയിലും വെറുപ്പിലും മദ്യത്തിലും വഴക്കിലും ജീവിച്ചിരുന്ന കാലത്ത് ജനിപ്പിച്ച കുഞ്ഞാണ്. ആഗ്രഹിക്കാതെ ജനിച്ച കുഞ്ഞാണ്. അബോർഷൻ ചെയ്യാൻ ഒത്തിരി ശ്രമിച്ച കുഞ്ഞാണ് ഈ പിടച്ച കുഞ്ഞ്. എന്നാൽ പിന്നീട് ഞങ്ങൾ ധ്യാനം കൂടി ഈ കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞ് ധ്യാനം കൂടിയപ്പോഴാണ് ഞങ്ങൾ തമ്പുരാൻ തരുന്ന കുഞ്ഞുങ്ങളെ വാങ്ങാതിരിക്കുന്ന പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പശ്ചാത്തപിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ കേരളത്തിൽ വന്ന് മുരുങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി. ഞങ്ങൾ നൊന്തുരുകി പ്രാർത്ഥിച്ചു. 1 മാസം മുഴുവനും ഞങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച ദിവസം 1 നേരം ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച മുഴുവനും ഉപവാസമൊക്കെ നിർത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. പിന്നെ മാതാവിൻ്റെ ജപമാല രാത്രിയിൽ അന്നത്തെ കാലത്ത് 3 എണ്ണം മുട്ടുകുത്തി മുഴുവൻ കൊന്തയിൽ 153 ജപം എന്ന് പറയുന്ന പ്രാർത്ഥനയല്ലോ. എന്നിട്ട് ഞങ്ങൾ കുഞ്ഞിനെ ജനിപ്പിക്കുന്ന ഒരുമിച്ചുള്ള ജീവിതത്തിലേക്ക് പോയി. അങ്ങനെ ജനിപ്പിച്ച കുഞ്ഞാണിത്. എന്നിട്ട് പറയുക, എല്ലാ ദിവസവും രാവിലെ കുർബാനയിൽ പോയി പങ്കെടുക്കും. ദിവ്യ കൃപ നിറഞ്ഞൊരു കുഞ്ഞിനെ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ കുഞ്ഞാണ് ഇപ്പോൾ ഈ ഇളയ കുഞ്ഞ്. അച്ഛാ, ഞങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് മൂത്ത കുട്ടി ഇങ്ങനെയായി എന്ന്. ഞങ്ങളുടെ പാപത്തിൽ ജനിച്ച കുഞ്ഞാണ്. അപ്പനും അമ്മയും പോയി അനുജത്തിയോട് ഈ ഇളയ മകളോട് കാര്യമൊക്കെ പറഞ്ഞു. ഇവർ 3 പേരും കൂടെ പ്രാർത്ഥിച്ചു. അപ്പനും അമ്മയും പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, 30 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് മൂത്ത കുട്ടിയിൽ വലിയ മാറ്റങ്ങൾ. ഒരു ദിവസം വളരെ ക്ഷീണിതയായി അവൾ വീട്ടിലേക്ക് കയറി വന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അമ്മ ഇവിടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അപ്പൻ കയറി വരുന്നത്. അപ്പനെ കണ്ട ഉടനെ അപ്പനെ കയറി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറയുകയാണ്, 19 വർഷങ്ങളായി ജീവിതത്തിലൊരിക്കലും ബോധപൂർവം അവൾ എനിക്ക് ഒരു ഉമ്മ പോലും തന്നിട്ടില്ല. എന്നെ കണ്ടാൽ അത്ര വെറുപ്പായിരുന്നു മകൾക്ക്. ഏതാണ്ട് 1/2 മണിക്കൂർ നേരം എൻ്റെ തോളിൽ തല ചായ്ച്ച് ഒരു കൊച്ചുകുട്ടിയെ പോലെ വിതുമ്പി അവൾ കരഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അനുജത്ത് കയറി വരുന്നത്. അവളെ കെട്ടിപ്പിടിച്ച് മുറിയിലേക്ക് കയറിയിട്ട് ആ കട്ടിലിലേക്ക് കിടന്ന് അവളുടെ മുഖത്ത് 100 ഉമ്മ കൊടുത്തുകൊണ്ട് അവൾ കരച്ചിൽ തുടങ്ങി. എന്നിട്ട് അനുജത്തോട് പറഞ്ഞു, മോളെ, ഈ ചേച്ചിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നെന്ന് നിന്റെ കൂട്ടുകാരി എന്നോട് ഇന്ന് പറഞ്ഞു. 2 മണിക്കൂർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് പറഞ്ഞു. എനിക്ക് പ്രാർത്ഥിക്കാമെന്ന് കേൾക്കുമ്പോൾ അരിശമായിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇങ്ങനെ വെറുത്തു പോയത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പനും അമ്മയും കൂടെ മുറിക്കകത്തിരുന്ന് വലിയ കരച്ചിലും സ്തുതിപ്പും. കാരണം എന്താ? അവർ നൊന്തുരുകി പ്രാർത്ഥിച്ചപ്പോഴേക്ക് അവരുടെ പാപകരമായിട്ടുള്ള നടപടിയിലൂടെ ജനിച്ച കുഞ്ഞിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു. ആബേലിൻ്റെ അഭിഷേകമുള്ള ആ ജന്മത്തിന് തുല്യമായ ജന്മത്തിലേക്ക് ഈ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോകാൻ മാതാപിതാക്കൾക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ആ മൂത്ത കൊച്ച് 40 ദിവസങ്ങൾ കഴിഞ്ഞിട്ട്, അതായത് ഇത് കഴിഞ്ഞ് 10 ദിവസം കൂടെ കഴിയുന്നതിനുള്ളിൽ അവൾ വീട്ടിലേക്ക് അവിടെ പോയ എല്ലാം പെറുക്കി കെട്ടി തിരിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ പിരിഞ്ഞു പോയതിൻ്റെ ദുഃഖമുണ്ടായി. ആദ്യത്തെ 1 മാസം മുഴുവനും ഈ 6 മാസം മുഴുവൻ നിങ്ങൾ പിരിഞ്ഞു നിന്നപ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷമായിരുന്നു, പ്രതികാര ചിന്തയായിരുന്നു. ആൺകുട്ടികളുടെ കൂടെ പെൺകുട്ടികളുടെ കൂടെ കുടിച്ചും പുകവലിച്ചും തുള്ളിച്ചാടുന്നതപ്പോൾ ഞാൻ ഓർത്തു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും സ്വാതന്ത്ര്യമുള്ള ആൾ ഞാനാണെന്ന്. ഇപ്പം എനിക്ക് മനസ്സിലായി, ഈ സ്വാതന്ത്ര്യമൊന്നും സ്വാതന്ത്ര്യമല്ല,
ഞാൻ ഓരോ സ്വാതന്ത്ര്യത്തോടെയുള്ള പ്രവൃത്തിയും ചെയ്തപ്പോൾ പിശാച് എനിക്ക് കൂച്ചു വിലങ്ങിടുകയായിരുന്നു, എൻ്റെ ചുറ്റും ചങ്ങല തീർക്കുകയായിരുന്നു. ഞാൻ തിരിച്ചറിഞ്ഞു. ഇതൊക്കെ എന്നോട് അവൾ തന്നെ പറഞ്ഞാൽ ഞാൻ പറയുക. അതൊക്കെ തിരിച്ചറിഞ്ഞപ്പോഴാണ് എനിക്ക് മമ്മിയെ ഒന്ന് കാണാൻ ആഗ്രഹം തോന്നി. എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിഞ്ഞുകൂടെ. പക്ഷേ ഞാൻ വീട്ടിൽ വന്നപ്പോഴുണ്ട്, മമ്മി 2 കൈ നീട്ടി എന്നെ സ്വീകരിച്ചില്ലേ, അതെനിക്ക് മതിയായിരുന്നു. അതോടുകൂടി അപ്പനോടുള്ള ദേഷ്യമെല്ലാം എനിക്ക് പോയി. അപ്പൻ്റെ നെഞ്ചിൽ തല ചായ്ച്ചിരുന്നപ്പം അവൾ പറയുകയാണ്, അപ്പനെ കൊല്ലാൻ ഞാൻ രാത്രിയിൽ പലതവണ അപ്പൻ കിടന്ന് മുറി കയറി വന്നിട്ടുണ്ട്. ഞാൻ 3 തവണ കത്തിയുമായിട്ടാണ് കയറി വന്നത് അപ്പനെ കൊല്ലാൻ വേണ്ടി. പേപ്പറൊക്കെ കട്ട് ചെയ്യുന്ന, മേശയിൽ വെച്ച പേപ്പർ കട്ട് ചെയ്യുന്ന ഒരു ജാതി ഇങ്ങനെ ഞെക്കിയിട്ട് പുറത്തേക്ക് പണിയെടുക്കുന്ന കത്തിയുണ്ടല്ലോ, ആ കത്തിയുമായി കഴുത്തിൽ ഞരമ്പ് നോക്കി മുറിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് 3 തവണ. പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. അങ്ങനെയുള്ള ഞാനാണ് അപ്പൻ്റെ ആ നെഞ്ചിൽ തന്നെ ചാരി തല ചായ്ച്ചു വെച്ച് കരഞ്ഞതെന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ നിമിഷത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നെങ്കിൽ, പാപമുണ്ടായിരുന്നെങ്കിൽ, ആ പാപത്തിൻ്റെ ഫലമായി നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ദുരന്തമുണ്ടെങ്കിൽ, അതിലൂടെ തിന്മ വന്നിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കൾ പ്രാർത്ഥിക്കട്ടെ, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. 2 കരങ്ങൾ ഉയർത്തിക്കേ. ഏറ്റവും വലിയ കർത്താവായ ഈശോയേ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ദമ്പതിമാരെയും എല്ലാ മാതാപിതാക്കളെയും അവരിലൂടെ ജനിച്ച എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ആരെങ്കിലും പാപത്തിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചെങ്കിൽ, അശുദ്ധിയിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചെങ്കിൽ, അതിലൂടെ കുഞ്ഞുങ്ങൾ രോഗികളായെങ്കിൽ, പാപികളായെങ്കിൽ, ബന്ധിതരായെങ്കിൽ, യേശുവേ യേശുവേ ആ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും അങ്ങ് രക്ഷിക്കണമേ. ഹല്ലേലൂയ. കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചേ.